കുള്ളൻ മരങ്ങൾ അല്ലെങ്കിൽ ബോൺസായി എക്സിബിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ട്രഡീഷണൽ ചൈനീസ് ആർട്ടായ പെൻജിങ് അഥവാ പെൻസായുടെ ജാപ്പനീസ് വേർഷനാണ് ബോൺസായ്. 221 BC മുതൽ 220 AD വരെ ചൈന സാമ്രാജ്യം ഭരിച്ചിരുന്ന ക്വിൻ രാജവംശം മുതലാണ് പെൻജിങ് അഥവാ പോട്ട് സീനറിയുടെ തുടക്കം എന്ന് പറയപ്പെടുന്നു. 6ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് വന്ന ബുദ്ധ സന്യാസിമാരാണ് ജപ്പാനിൽ ബോൺസായ് എന്ന കലയ്ക്ക് തുടക്കം കുറിച്ചത്. ഹോർട്ടിക്കൾച്ചർ ടെക്നിക്സും ആർട്ടിസ്റ്റിക് പെർസ്പെക്റ്റീവും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കലയാണ് ബോൺസായ്, ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഗ്രോയിങ് മിനിയേച്ചർ ട്രീസ്. ഇതിൽ കലാകാരൻ കൊത്തുപണി നടത്തുന്നത് ജീവനുള്ള മരങ്ങളിലാണെന്ന് മാത്രം. 1800 അവസാനങ്ങളിൽ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്ത ചൈനീസ് മൈഗ്രൻസ് ആണ് ഓസ്ട്രേലിയയിൽ ബോൺസായ് അഥവാ പെൻജിങ് ആർട്ട് ഫോം കൊണ്ടുവന്നത്. കാൻബറയിലെ നാഷണൽ ആർബറേറ്റത്തിലുള്ള നാഷണൽ ബോൺസായ് ആൻഡ് പെൻജിങ് കളക്ഷനിലെ 120ഓളം ചെടികളിൽ ഏകദേശം 80ഓളം ചെടികളാണ് എക്സിബിഷനിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ ട്രഡീഷണലും മോഡേൺ സ്റ്റൈൽസും ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ നേറ്റീവ് സ്പീഷീസായ യൂക്കാലിപ്റ്റസ്, ബാങ്സിയ, അക്വേഷ്യ മുതൽ ഹിമാലയൻ സെഡാർ, ബോഗൻവില്ല, ലെമൺ സെന്റർ ട്രീ, ചൈനീസ് എൽം, ജാപ്പനീസ് റെഡ് പൈൻ, യൂറോപ്യൻ ഒലീവ്, ബോട്ടിൽ ബ്രഷ്, വില്ലോ ലീഫ് ഫിഗ് എന്നിങ്ങനെ ഒട്ടനവധി വെറൈറ്റീസ് ഉണ്ട്. ഈ എക്സിബിഷനിലെ മറ്റൊരു പ്രത്യേകത 165 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ജുറാസിക് കാലഘട്ടത്തിലെ ഒരു റെയർ ഫോസിലാണ്. എക്സിബിഷനിലെ ഏറ്റവും ഓൾഡസ്റ്റ് ബോൺസായി ആണ് എൻ്റെ പിന്നിൽ കാണുന്നത്. 84 years ആണ് ഇതിൻ്റെ ഏജ്. ഇതാണ് ബോക്സ് ലീഫ് പ്രിവറ്റ്. ഇതാണ് ഇവിടുത്തെ ഓൾഡസ്റ്റ് ട്രീ. ഓൾഡസ്റ്റ് ട്രീ ആയതുകൊണ്ട് ഇത് ഓൾഡസ്റ്റ് ബോൺസായി ആവണമെന്നില്ല. ഏജ് ഓഫ് ദ ട്രീ പറയുന്നത് 1880 ആണ്. പക്ഷേ 1983 ഇതിന് ബോൺസായി ആക്കാനുള്ള പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ളത്. 140 years ഓൾഡാണ് ഈ ട്രീ.
ഇവിടെ പലതരം ബോൺസായി ട്രീസ് ഉണ്ട്. ചിലത് ആർബറേറ്റർ ഓൺ ചെയ്യുന്നതാണ്, മറ്റു ചിലത് പലരുടെ കയ്യിൽ നിന്ന് ലോണായിട്ട് വാങ്ങിക്കുന്നതാണ്. ഈ പിന്നിൽ കാണുന്ന ട്രീ ഇങ്ങനെ ലോണായിട്ട് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രീ ആണ്. So my favourite bonsai is a Japanese maple, and here we have a Japanese maple. Right, this is done in a forest planting. You see lots of different trunks, and then we have this moss bank that acts as the pot, so that the soil is kept around the trees. And the leaves, because we're coming into autumn, we've got the green leaves, but then we also have the leaves are starting to turn colour. And if you zoom back out a little bit, I'm going to turn it around, and you can see the red. As the chlorophyll leaves the chlorophyll is taken out of the leaves and goes back into the trunk and the branches. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോൺസായി വർക്ക്ഷോപ്പാണ്. നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അതിലാദ്യം തന്നെ ചെടിയും അതിനെ പറ്റിയ ചട്ടിയും നമ്മൾ ചൂസ് ചെയ്യണം. പിന്നീട് ട്രീ ഷേപ്പിംഗ് ആണ്. ആവശ്യമില്ലാത്ത ബ്രാഞ്ചസ് എല്ലാം മുറിച്ചു മാറ്റിയതിന് ശേഷം ചട്ടിയുടെ ഹോൾസിൽ മെഷ് ഉറപ്പിക്കുന്നു. ഇത് അധികമുള്ള വെള്ളം പോകാനായിട്ടാണ്. പിന്നീട് വലിയൊരു കമ്പി താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചെടുത്ത് വയ്ക്കുന്നു ട്രീയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് റൂട്ട് ബോൾ പ്രിപ്പറേഷൻ ആണ്. ചട്ടിയുടെ പല ഭാഗങ്ങളിൽ പതുക്കെ ടാപ്പ് ചെയ്ത് ട്രീയെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇനി ട്രീ ക്ലീനിങ് ആണ്. ആ ട്രീയുടെ സർഫേസിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റുക. അതിനുശേഷം അടിഭാഗത്ത് നിന്ന് 2/3 ഭാഗം നമ്മൾ മുറിച്ച് മാറ്റുകയാണ്. എന്നിട്ട് പുതിയ മണ്ണിട്ട് ട്രീ പുതിയ ചട്ടിയിൽ നമ്മൾ വെക്കുന്നു. പിന്നീട് നമ്മൾ എടുത്തു വെച്ച മെറ്റൽ വയർ വെച്ച് ഈ ട്രീയെ നന്നായി ഉറപ്പിക്കുന്നു. ഇനിയാണ് ഡെക്കറേഷൻ. അവസാനം വാട്ടറിങ്. അപ്പോൾ നമ്മുടെ ബോൺസായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാഷണൽ ആർബറേറ്റത്തിലാണ് ഇന്നൊരു ബോൺസായി വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആ ബോൺസായി വർക്ക്ഷോപ്പ് ചിൽഡ്രൻസിൻ്റെ വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ബോൺസായി എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ റീപോർട്ട് ചെയ്ത ഒരു ബോൺസായി ട്രീ ആണിത്. ജൂനിപ്പർ എന്ന് പറഞ്ഞുള്ള ഒരു ട്രീ സ്പീഷീസാണിത്. അപ്പം ഇതാണ് ദ ഫൈനൽ ചെയ്ത ബോൺസായി ട്രീ. ഇനി ഏകദേശം ഒരു 2 വർഷം കഴിയുമ്പോഴാണ് ഇതിനെ റീപോർട്ട് ചെയ്യണം. നല്ല ഭംഗിയില്ലേ ബോൺസായി ട്രീ.